ജോലിയുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. ഇന്ത്യയിലെ ഓരോ യുവാക്കളും ഈ അടുത്ത കാലത്തായി പറയുന്ന വാക്കുകളാണ്. വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ അറിയിച്ചിരിക്കുകയാണ്. 2021 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം 2021 1,32,000 പേരാണ് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയതെങ്കിൽ 2023 എത്തുമ്പോഴേക്കും അത് 3,92,000 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ചൗധരി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന കണക്ക്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലുള്ള ആളുകൾക്കാണ് ഇന്ത്യക്കാരായ യുവാക്കളെ അത്യാവശ്യമായി വന്നിരിക്കുന്നത്. അതിൽ ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ സർവീസ് സെക്ടറുകളിലും ഒക്കെയാണ് യുവാക്കളെ ആഗ്രഹിക്കുന്നത്. അതിൽ UAE-യും ഖത്തറും ഒമാനും ബഹ്റിനും തുടങ്ങിയ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണനയാണുള്ളത്. മൗറീഷ്യസും ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നേരത്തെ തന്നെ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇപ്പോഴും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന, പ്രവാസികളായി പോകുന്ന ആളുകളുടെ എണ്ണം അനുദിനം കുതിച്ചുയരുന്നു എന്നത് അത്ര ആശ്വാസകരമായ കണക്കുകളല്ല. കാരണം നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ പ്രൊഡക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ തന്നെ ഉപകരിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം.